അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി മിക്സ്ചറിൻ്റെതാണ്. നമ്മളൊക്കെ പറയാറ് മിക്സ്ചർ എന്നാണ് പറയാറ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമുക്കതിൻ്റെ സേവ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്പിക്കായിട്ട് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടി ആണ്, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളമാണ് വേണ്ടത്. നോർമലായിട്ടുള്ള വെള്ളമാണ്, പച്ചവെള്ളമാണ്, ചുടുവെള്ളമൊന്നും വേണ്ട. അതെടുത്തിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ പകുതി വെള്ളം ഒഴിച്ചിട്ട് സ്പൂണായിട്ടൊന്ന് അങ്ങോട്ട് മിക്സാക്കിയ ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മാവ് ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 200 ml കപ്പിന് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചത്. നമ്മൾ സേവ് ഉണ്ടാക്കാനുള്ള മാവ് അവിടെ കുഴച്ചിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തിക്കുള്ള മാവൊന്ന് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കണം. ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് അധികം കട്ടി വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ള പരുവം വേണം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് കലക്കിയെടുത്തിട്ടുണ്ട്, കട്ടൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായ മതി. നമ്മൾ 1 കപ്പ് കടല എടുത്ത് വെച്ചിട്ടുണ്ട്, നിലക്കടല. ഇത് വറുത്തിട്ടില്ല, ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അതേപോലെ തന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട് 1 കപ്പിൽ. ഇതിനൊന്നും അളവില്ല, നമ്മുടെ മിക്സ്ചർ എത്ര ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില, അതുപോലെ ഒരു 4 വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം. മിക്സ്ചറിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് അങ്ങോട്ട് പൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റാം. നമുക്ക് ഈ കുഴച്ച് വെച്ച കടലമാവ് നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം, സേവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതാ ഇങ്ങനത്തെ അച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചെറിയ ഓട്ടയുള്ളത്. ഇതിനും ചെറിയ ഓട്ട ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇത്ര ചെറിയ ഓട്ടുള്ളതേ ഉള്ളൂ, അപ്പോൾ ഞാനിതാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ നമ്മൾ സേവയും ഫ്രൈ ആക്കി എടുക്കണം. നൂൽപുട്ടിൻ്റെ അച്ചൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. കുറേശ്ശെ ആയിട്ട് ചെയ്തെടുക്കണം. ഒരുപാടാക്കി കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോവും. ഒരൊറ്റ ചുറ്റൽ മതിയാവും. ഇനി നമുക്ക് മിക്സ്ചർ ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് മതി. എന്നിട്ട് മറ്റേ സൈഡും 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് കളറായി കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് കറുത്ത് പോകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മിക്സ്ചർ കൂടെ ഇതുപോലെ എണ്ണയിൽ അങ്ങോട്ട് ചുറ്റിച്ച് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ എല്ലാ സേവയും വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സേവ് ഇതാ മൊത്തത്തിൽ അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതേ എണ്ണയിൽ നമുക്ക് ബൂന്തി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പക്കയിൽ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. നല്ല ബോൾസായിട്ട് തന്നെ വരും അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ബൂന്തിയൊക്കെ തണുത്ത് പോവുള്ളൂ. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ബോൾസായിട്ട് ഇരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. മുരിഞ്ഞ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ബോൾസായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ബൂന്തി. നമ്മളെല്ലാ ബൂന്തിയും പൊരിച്ചെടുത്ത ശേഷം അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അണ്ടിപ്പരിപ്പ് എല്ലാം ഞാൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമ്മുടെ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇതും ഫ്രൈ ആയി കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊട്ടുകടലയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ലാസ്റ്റ് നമ്മുടെ കടലയും കൂടെ ഇട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം.
അങ്ങനെ കടല ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ മിക്സറിന് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. സേവ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഈ സേവ് ഒന്ന് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. 2 കൈ ഉപയോഗിച്ചിട്ടൊന്ന് മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം. സേവ് നന്നായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടല, പൊട്ടുകടല ഇതൊക്കെ ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ. ഇതിലേക്ക് ബൂന്തിയൊക്കെ ഇട്ട് കൊടുക്കുക, ഫ്രൈ ആക്കി വെച്ചത്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഫ്രൈ ആക്കി ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് മിക്സറെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം അതിൻ്റെ മേലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സറെല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. എല്ലാ സൈഡും അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച ഉപ്പ്, മുളക് അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സ്പൈസി ഒന്നല്ല കേട്ടോ ഈ മിക്സർ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ രീതിയിൽ മിക്സർ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.